പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്നത്തെ നമ്മുടെ വിഷയം എന്താണെന്നറിയാമോ? UDF നേതാക്കളുടെ പ്രസ്താവന. UDFിലെ ചില നേതാക്കൾ ഈ മന്ത്രിസഭ അധികാരത്തിൽ വന്നിട്ട് 2 മാസം പോലും ആയില്ല. ചില നേതാക്കൾ കരിമണൽ ഖനനം, മദ്യത്തിൻ്റെ വില കുറച്ചു, മദ്യത്തിൻ്റെ നികുതി കുറച്ചു, മനസ്സിലായല്ലേ? അനാവശ്യമായുള്ള പ്രസ്താവനകൾ. UDF സർക്കാർ വരുമ്പോൾ മാത്രമേ ഉള്ളൂ ഈ പ്രശ്നം. LDFിൻ്റെ ഭരണം കഴിഞ്ഞ് 10 വർഷം ഭരിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയനായിരുന്നു. മനസ്സിലായി? അവരുടെ കടകക്ഷിയിലോ അല്ല കക്ഷികളിലോ യാതൊരു അഭിപ്രായ വ്യത്യാസം എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് പ്രശ്നം അവരുടെ പാർട്ടി യോഗങ്ങളിലും അവരുടെ മന്ത്രിസഭാ യോഗത്തിലും അത് ക്യാബിനറ്റിലും പരിഹരിച്ചിരിക്കും. പുറത്തവർ പറയാറില്ല. പക്ഷേ നമുക്കാണെങ്കിലും പ്രത്യേകിച്ച് നമുക്കെന്നാണ് UDF സർക്കാരിൽ ഇതൊരു തലവേദനയാണ്. നമുക്കറിയാം, ഇതിന് മാറ്റം വരണം. നേതാക്കൾ അനാവശ്യ സംസാരം ഒഴിവാക്കുക. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ യോഗങ്ങളിലോ അവരുടെ മീറ്റിങ്ങുകളിലോ ആ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകുക. പുറത്ത് വാർത്താ സമ്മേളനം നടത്തി അനാവശ്യ പ്രസ്താവനകൾ ഒഴിവാക്കണം. ഒരു സർക്കാർ 2 മാസമേ ഉള്ളൂ. അവർ ഭരണത്തേക്ക് 6 മാസമേലും അവരെ വിലയിരുത്താൻ പറ്റത്തില്ല. അപ്പം നല്ല നല്ല കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കട്ടെ. അതിന് കക്ഷി രാഷ്ട്രീയം നോക്കാതാണ് ഈ സർക്കാർ ജനങ്ങൾ അധികാരത്തിൽ കയറുന്നത്. അതുകൂടെ നമ്മൾ ചിന്തിക്കണം. VD സതീശൻ മുഖ്യമന്ത്രി അല്ലെന്ന് പറഞ്ഞപ്പം കേരളത്തിൽ വൻ പ്രതിഷേധമുണ്ടായി. മനസ്സിലായല്ലോ? അപ്പം ജനകീയമായിട്ടുള്ള ഒരു തീരുമാനമായിരുന്നു ഈ കഴിഞ്ഞ LDF സർക്കാർ മാറണമെന്നുള്ളത്. ആ മാറി UDF സർക്കാർ വന്നു. അപ്പം ഒരു കാര്യം മനസ്സിലാക്കുക, ഇത്തരം പ്രസ്താവനകൾ നടത്തുന്നവർ നമ്മൾ ജനങ്ങളെ ചേർത്ത് നിർത്തുക. പ്രത്യേകിച്ച് ഓരോ മണ്ഡലത്തിലും നമ്മളായി ജനങ്ങളെ ചേർത്ത് നിർത്തിയുള്ള വികസന പ്രവർത്തനങ്ങൾക്കും മറ്റ് കാര്യങ്ങൾ നിങ്ങൾ ഊന്നൽ കൊടുത്താൽ അവിടെ ജനങ്ങൾ അംഗീകരിക്കും. മനസ്സിലായല്ലോ? ഈ ജനപ്രതിനിധി അല്ലെങ്കിൽ MLA മന്ത്രിയായി കഴിഞ്ഞാലും അത് തന്നെ യാതൊരു മാറ്റമില്ല. 10, 20, 25 വർഷം മന്ത്രി, അതായത് ഒരു മണ്ഡലം തന്നെ നയിക്കുന്നവരുണ്ട്. അവരെല്ലാം വീണ്ടും അധികാരത്തിൽ വരുന്ന അനാവശ്യ ഒരു പ്രസ്താവന നടത്താറില്ല, അനാവശ്യ കാര്യം ഇടപെടാറില്ല. അവിടെ ജനത്തിന് വേണ്ടി നിലകൊള്ളുന്നു എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ ജനങ്ങളെ അവർ ചേർത്ത് നിർത്തുന്നുണ്ട്. വീണ്ടും അവരെ MLA ആയിട്ടും മന്ത്രിയായിട്ടും തിരഞ്ഞെടുക്കപ്പെടുന്നു. അതുകൊണ്ടാണ് കേരളത്തിൽ 35 സീറ്റ് മാത്രമേ LDFിനുള്ളൂ. UDFിന് 102 സീറ്റ് കൊടുത്തു. ഈ 102 സീറ്റ് കൊടുത്ത് നല്ല രീതിയിൽ ഭരിക്കാൻ വേണ്ടിയാണ്. ആ ഭരണം വിലയിരുത്തുന്ന സമയമായി വരുന്നു. അപ്പം ജനങ്ങൾ ചേർത്ത് നിർത്തിയുള്ള ഭരണം നടത്താനുള്ള തീരുമാനമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ കല്ല് കടിക്കുന്ന സ്വഭാവം ആ മുന്നണിയിൽ നിന്ന് തന്നെ ഉണ്ടാകുന്ന ഒരിക്കലും ഭൂഷണമല്ല. അതുപോലെ തന്നെ ചില മന്ത്രിമാരുടെ പ്രസ്താവനകൾ, ഈ പ്രസ്താവനകൾ ഒരിക്കലും നമ്മൾ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ പോലെയല്ല. നമ്മൾ ഭരണം നടത്തുമ്പോൾ തീർച്ചയായിട്ടും ഒരു മന്ത്രിയാണെന്നുള്ള രീതിയിലുള്ള പ്രസ്താവനകൾ എല്ലാവരും നടത്തുന്നത് നന്നായിരിക്കും. ഇതിന് കാരണം പണ്ടത്തെ കാലമല്ല. ഇന്ന് നാളെ പത്രം വരാൻ വേണ്ടി ഒന്നും ആരും നോക്കുന്നില്ല. ലൈവായിട്ട് തന്നെ വാർത്തകൾ കിട്ടിക്കൊണ്ടിരിക്കുന്നു. ട്രോളുകൾ, കമൻറ്റുകൾ, അത് സൈബർ ആക്രമണങ്ങൾ, അങ്ങനെയുള്ള ഇതിൽ. അപ്പം ജനങ്ങളെ ചേർത്ത് നിർത്തിയാൽ എല്ലാവർക്കും നന്നായിരിക്കും. ഇന്നത്തെ മന്ത്രിയും നേതാക്കളും നാളെ ജനങ്ങളുടെ മുമ്പിലാണ് വന്ന് കൈ നീട്ടേണ്ട, വോട്ട് വാങ്ങേണ്ടത് എന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും. അടുത്തൊരു വീഡിയോ കാണുമെന്നറിയാം. നന്ദി, നമസ്കാരം. ഓക്കെ, താങ്ക് യു.